വീണ വിജയൻ ഏത് നിമിഷവും അറസ്റ്റിലാകാം. ആ ഭയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയും ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ റിയാസും. കാരണം വീണ വിജയൻ അറസ്റ്റിലാകുമ്പോൾ ശശിധരൻ കർത്തയിൽ നിന്ന് വാങ്ങിയ കോടികളുടെ പണം ആർക്ക് വേണ്ടി ഉപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, എന്ത് സേവനത്തിനാണ് വാങ്ങിയത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ വീണ വിജയൻ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ഉത്തരം പറയേണ്ടി വന്നാൽ ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാധീനിക്കാനാണ് വീണ വിജയനെ കരുവാക്കിയത് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്ത് കാര്യത്തിനു വേണ്ടി സ്വാധീനിക്കാനാണ് വീണ വിജയനെ സമീപിച്ചത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകും. അത് വീണയ്ക്ക് പറയേണ്ടി വരും. രണ്ട്, ഈ പണം വാങ്ങി ഉപയോഗിച്ചതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ചോദ്യവും വരും. അതായത് റിയാസിന്റെ മന്ത്രിസ്ഥാനവും പോകും, പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനവും പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. SFIയുടെ കുറ്റപത്രം EDക്ക് കോടതി കൈമാറിയിട്ടുണ്ട്. അങ്ങനെ കൈമാറിയ സ്ഥിതിക്ക് ഏപ്രിൽ 21-നകം വീണ വിജയൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ED തയ്യാറെടുക്കുന്നത്. വീണ വിജയനെ കേരളത്തിൽ നിന്ന് മാറ്റിയെന്നും മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നും മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ കേരളത്തിലേക്ക് വീണ വിജയൻ തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ മകന്റെ അടുത്ത് ദുബായിലേക്കോ മാറ്റിയിട്ടുണ്ടാകാം. മാത്രമല്ല കേന്ദ്ര സേന വരെ ക്ലിഫ് ഹൗസിന്റെ പരിസരങ്ങളിൽ മഫ്തിയിൽ എത്തിയിട്ടുണ്ട് വീണ വിജയന്റെ വരവും പോക്കുമൊക്കെ നിരീക്ഷിക്കാൻ എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു ജയിലിൽ അടച്ച പ്രതീതിയാണ് ഇപ്പോൾ പിണറായിക്കും മകൾക്കും മരുമകനുമുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താകും ഇനി ഈ കേസിൽ? നേരത്തെ കോൺഗ്രസ് ഒക്കെ ആരോപിച്ചിരുന്നത് എന്താണ്? CPM BJP അന്തർധാരയുള്ളത് കൊണ്ട് ഈ കേസൊന്നും അന്വേഷിക്കില്ല, ഈ കേസൊക്കെ അവിടെ തന്നെ കിടക്കും, ഈ കേസ് പൊങ്ങി വരാനൊന്നും പോകുന്നില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കോ മുഖ്യമന്ത്രിക്കോ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ്. SFIയും EDയും നിർമ്മലാ സീതാരാമന്റെ ഫിനാൻസ് വകുപ്പിന് കീഴിലുള്ള 2 അന്വേഷണ ഏജൻസികളാണ്. കൃത്യമായി നിർമ്മലാ സീതാരാമൻ അറിയാം ഏത് സമയത്താണ് ഇതിന്റെ അന്വേഷണം കൃത്യമായി കൊണ്ടുപോകേണ്ടത്. SFIO അന്വേഷിച്ചു കൊണ്ടിരുന്ന കേസിൽ SFIO എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്, ആ കാര്യങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട്. SFIO കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ വീണ വിജയൻ പ്രതിയാണ്. ആ പ്രതിയെ ചേർത്തിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണ വിജയനെതിരെ ചുമത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ED കൃത്യമായി അന്വേഷിച്ച് ആ അന്വേഷണം കൃത്യസ്ഥാനത്തെത്തിയാൽ വീണ വിജയനെ ED പൂട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീണ വിജയനെ അല്ല, വീണ വിജയനോടൊപ്പം പിണറായി വിജയനും പൂട്ടുവീഴും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനും പിണറായി വിജയനും നിർണായകമായിരിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ED കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് പകർപ്പ് ഇന്നലെ തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് പരിശോധന തുടങ്ങിയത്. കേസെടുക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കൂടി അനുമതി തേടിയിട്ടുണ്ടെന്നാണ് സൂചന. അത് കിട്ടിയാൽ ഉടൻ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ED കടക്കും. മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, വിദേശ നാണയ വിനിമയ ചട്ടം എന്നിവയുടെ ലംഘനമുണ്ടായി എന്നാണ് വിലയിരുത്തൽ. ഇത് പരിശോധിക്കാനായാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ED അപേക്ഷ നൽകിയത്. SFIയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയത്. SFIയും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കീഴിലെ ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അനൌദ്യോഗികമായി EDക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് പരിശോധിച്ച് തീരുമാനമെടുത്ത ശേഷമാണ് കോടതിയിലൂടെ ഔദ്യോഗികമായി കുറ്റപത്രം ED വാങ്ങിയതെന്ന വിലയിരുത്തൽ. കേസിലെ രേഖകൾ തേടി SFIക്ക് കത്തയച്ചതായി മുതിർന്ന ED ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. SFIO കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ED ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും 1.72 കോടി രൂപ
വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL 197.7 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തട്ടിപ്പ് നടത്തിയെന്ന് SFIO കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. കമ്പനി കാര്യ നിയമത്തിലെ 447 വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺ S കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 10 വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിന്റെ 3 ഇരട്ടിയോ പിഴയും ചുമത്താവുന്ന കുറ്റവുമാണ് വീണയുടെയും കർത്തയുടെയും പേരിലുള്ളത്. കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും SFIO കേസിലെ വിചാരണ. കേസിൽ CMRL ഉദ്യോഗസ്ഥരടക്കം ED ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ SFIO കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് വീണ്ടും അന്വേഷണം നടത്താൻ ED തീരുമാനിച്ചത്. മാസപ്പടി കേസ് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ED പറയുന്നത്. PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് ED പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ED പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞയാഴ്ച SFIയോട് ED രേഖകൾ ആവശ്യപ്പെട്ടത്. കേസിൽ വീണയെ പ്രതി ചേർത്ത SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്ന് കുറ്റപത്രം വാങ്ങിയത്. കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന മൊഴികളിലെ തെളിവുകൾ അടക്കം പരിശോധിച്ചായിരിക്കും EDയുടെ തുടർ നടപടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും ED ചോദ്യം ചെയ്യും. ഇത് അറസ്റ്റായി മാറാനും സാധ്യതയുണ്ട്. അതേസമയം CMRL എക്സാലോജിക് കരാറിലെ SFIO റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന വിചാരണ കോടതി വ്യക്തമാക്കിയിരുന്നു. കുറ്റം ചുമത്തിയതിന് മതിയായ തെളിവുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കും. കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. തുടർ നടപടികളുമായി ഭാഗമായി വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സംശയിക്കും. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം. കേസിൽ നമ്പർ ഇടുകയാണ് ആദ്യ നടപടി, ശേഷം സമൻസ് അയക്കും. എന്തായാലും വീണ വിജയൻ അകത്താകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ EDയുടെ ഈ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവങ്ങൾ വരുമ്പോൾ എന്താകും കേരള രാഷ്ട്രീയം ഇനി ഉറ്റുനോക്കുന്നത്? പ്രത്യേകിച്ച് കമ്മ്യൂണിസം ഒക്കെ പാറി പിണറായി എന്ന് പറയുന്നതാണ് ഇപ്പോൾ കമ്മ്യൂണിസം എന്നുള്ളത്. ആ പിണറായിയുടെ രാഷ്ട്രീയവും അഹങ്കാരവും പാർട്ടി അണികൾക്ക് തന്നെ തലവേദനയായി മാറുന്ന കാലഘട്ടത്തിൽ ഇടുത്തി പോലെ EDയുടെ കേസ് വരുമ്പോൾ പിണറായിയെ അതെങ്ങനെ ബാധിക്കും? കാത്തിരുന്ന് തന്നെ കാണാം.